നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കുഞ്ഞിന്റെ ചോറൂണ. അതിനു മുമ്പ് മൈഥിലിക്കൊരു സമ്മാനമുണ്ട്. എനിക്ക് വേണ്ട. നീ കുഞ്ഞിന് കുറെ ദിവസം പാല് കൊടുത്തല്ലേ, അത് വാങ്ങിച്ചോ. ഓ, കൂലിയാണോ? ഞാൻ അങ്ങനെ ഒരു വാടക അമ്മയായി മാറി. ആയിക്കോട്ടെ, ശരിപ്പെടുത്തി തരാം. നന്ദിനിയുടെ ചിരി ഞാൻ ഇന്ന് അവസാനിപ്പിക്കും. വൈകമോൾക്ക് ചോറ് കൊടുക്കേണ്ടത് എന്റെ അച്ഛനായിരിക്കണ്ടേ? നിനക്ക് നിന്റെ അച്ഛനായി എന്നോട് സെന്റിമെന്റ്സ് അറ്റാച്ച്മെന്റ് ഉള്ളതുപോലെ വൈകമോൾക്ക് അവളുടെ അച്ഛനോടും ഉണ്ടാവും. അത് വളർന്നു വരുമ്പോഴേ അറിയൂ. ഓ, അതുകൊണ്ട് ചോറ് കൊടുക്കേണ്ടത് കാർത്തിമോൻ തന്നെ ആയിരിക്കണം. കാർത്തിയ വൈകമോട് അച്ഛൻ. ഓ ശരി. അതെ, മക്കൾക്ക് ചോറ് കൊടുക്കേണ്ടത് അച്ഛൻ തന്നെയാ. അല്ലമ്മേ, എനിക്ക് ചോറ് തന്നെ എവിടെ വെച്ചാ? ചോറ്റാനിക്കര വെച്ച്. സാധാരണ കുട്ടികൾക്ക് ചോറ് കൊടുക്കുമ്പോ കരഞ്ഞു കൂവി അലമ്പാക്കുമായിരുന്നു. പക്ഷെ ഞാൻ എന്നും ഓർക്കുന്നു, നീ ആ ചോറ് മുഴുവൻ കഴിച്ചു. അന്നേ സാവിത്രിച്ചയ്ക്ക് വിശപ്പല്പം കൂടുതലായിരുന്നല്ലേ? ആ, എനിക്ക് വേറെ രോഗങ്ങളൊന്നും ഇല്ലാത്തോണ്ട് ആവശ്യത്തിനുള്ള വിശപ്പുണ്ട്. എനിക്കെല്ലാം കഴിക്കുകയും ചെയ്യാം. ഏത് ഭക്ഷണവും കഴിക്കാൻ പറ്റുന്നത് തന്നെ ഒരു മഹാഭാഗ്യമാണ്. അത് കറക്റ്റ്. എന്താ സാവിത്രി ചേച്ചി തകർക്കുന്നത്? നല്ല വല്ല തമാശയാണെങ്കിൽ ഞാനോടെ കേക്കട്ടെ. എടാ, മുള്ളും മുനയും വെച്ച് സംസാരിക്കുന്നത് നിന്റെ ഭാര്യയുടെ ഒരു ശീലമാണോ അതോ സ്വഭാവമാണോ? എന്റെ ഭാര്യയ്ക്ക് അങ്ങനെ ഒത്തിരി നല്ല ഗുണങ്ങളുണ്ട്. കേട്ടിട്ടില്ലേ? മലയാളി പെണ്ണെ നിന്റെ മനസ്സ് മലർമേഘത്തിര നീന്തുന്ന ബസ്. പക്ഷെ എന്റെ ഭാര്യയുടെ മനസ്സിൽ കൂടെ നീന്തുന്നത് അതൊന്നുമല്ല, നല്ല കാളകൂട വിഷവ. ജഗദീഷ് ചേട്ടാ, എല്ലാവരും കൂടി നിൽക്കുമ്പോ എന്നെ കളിയാക്കുന്നതേ ജഗദീഷ് ചേട്ടൻ ഒരു സ്വഭാവമായി മാറിയിരിക്കാം. എടീ, നിന്നെ നന്നാക്കി എടുക്കാനുള്ള എന്റെ ശ്രമങ്ങളിലെ ചില ഭാഗമാണ് ഈ കളിയാക്കൽ. എപ്പോഴും ഞാനിത് കേട്ടെന്ന് വരില്ല കേട്ടോ. ആഹാ, നീ എന്താ എന്താടാ മോനെ ഇത്? ഇതൊരു നല്ല ചടങ്ങ് നടക്കാൻ പോവാ. കുഞ്ഞിന്റെ ചോറൂണ് ഇനി 2 ദിവസം കൂടിയേ ഉള്ളൂ. വെറുതെ ഒരു വഴക്കുണ്ടാക്കല്ലേ. ദേ, ഇവള് ചോദിക്കുന്ന ന്യായമല്ലേ? ഇവളെ പരസ്യമായിട്ട് ഇൻസൾട്ട് ചെയ്യുന്നത് എന്തിനാ? എന്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടായാലും നിങ്ങൾക്കൊരു ബെഡ്റൂം ഇല്ലേ? അവിടെ വെച്ച് പറഞ്ഞു തീർത്തൂടെ? അത് ന്യായം. മാലതി ഞാനുമായിട്ടൊരു പ്രശ്നം ഉണ്ടായ മാലതി പണിക്കരെ രക്ഷിക്കാൻ നന്ദിനി ഇടത്തി വരും. എന്നാ നന്ദിനി ഇടത്തിക്കുള്ള പാറകൾ മുഴുവൻ വാക്കത്തി കൊണ്ട് രാഗി മിനുക്കുന്നതേ ഇവളാ. ഞാൻ നന്ദിനി എടുത്തേ. ആ, മതി മതി, നിർത്ത്. പറഞ്ഞു കാട് കയറണ്ട. ചെറിയൊരു കാര്യം, അതിവിടെ തീർന്നു. അല്ല, ഇവരിവിടെ പോയതാ? അവൻ എന്നോട് പറഞ്ഞിട്ട് അമ്മയെ പോയത്. അപ്പൊ വൈകമോളോ? കുഞ്ഞെന്റെ അടുത്തുണ്ട്. കാര്യങ്ങൾ അതിന്റെ മുറ പോലെ മുന്നോട്ട് പോണോന്ന് മീനാക്ഷിക്ക് ഒരേ നിർബന്ധം. മനസ്സിലായില്ല? കുഞ്ഞിന്റെ ചോറൂണല്ലേ? അച്ഛന് മനസ്സിലായില്ലേ? കുഞ്ഞിന് ചോറ് കൊടുക്കുന്നതിന് മുമ്പ് വീട്ടിലെ കാരണവന്മാർക്കും മുതിർന്നവർക്കും സമ്മാനം കൊടുക്കുന്ന ഒരു ചടങ്ങ്. ഇത്തരം ചടങ്ങുകളൊക്കെ എന്ന് തുടങ്ങി? ഞാൻ അറിഞ്ഞില്ല. പല അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും സാമൂഹിക പരിഷ്കർത്താക്കൾ നിർത്തിച്ചു. ഇതെന്താണാവോ നിർത്തിക്കുക? അതെ, കൂടുതൽ പുരോഗമനം ഒന്നും വേണ്ട. കിട്ടുന്ന സമ്മാനം അങ്ങ് വാങ്ങിക്കാം, അത്ര തന്നെ. ആ, മീനാക്ഷി, എല്ലാവർക്കും കൊടുക്കാം. നന്നായൊരു വല്യമ്മാവന്. അച്ഛാ, എന്റെ മോളെ, നീ ഇങ്ങനെ എല്ലാവരുടെയും കാൽക്കൽ വീഴാൻ നടന്ന നിന്റെ നടുവടിയും കേട്ടോ. ഇതൊരു എക്സസൈസ് അല്ലേടാ? ഇത് 2 അമ്മമാർക്കും. മതി മതി മതി. അമ്മേ, വേണ്ട മോളെ. ഇത് കുഞ്ഞമ്മാവനും കുഞ്ഞമ്മായിക്കും.
അതായത് എന്റെ ചെറിയച്ഛനും ചെറിയമ്മയ്ക്കും. ഓ മാങ്ങ റെഡിയാക്കും. അത് വേണ്ട. തരുവടാ. അത് അങ്ങോട്ട് പോയല്ലോ. ഞാൻ ആവട്ടെ. ഇനി നിന്റെ അച്ഛനാ രാമഭദ്രൻ. രാമഭദ്രൻ സ്ഥലത്തില്ലല്ലോ. അച്ഛന് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. അതല്ല, എന്തായാലും വൈകമോളെ അവളെ പ്രസവിച്ചല്ലേ ആ മൈഥിലി. നന്ദികേട് കാണിക്കുന്നത് ചെമ്പകമംഗലംകാരുടെ കൾച്ചർ അല്ലല്ലോ മുത്തശ്ശി. നന്ദികേട് കാണിച്ചത് ചെമ്പകമംഗലക്കാരല്ലല്ലോ, അവളല്ലേ ആ വൃത്തികെട്ടവള്. അവൾക്ക് സമ്മാനം കൊടുക്കാനായിരുന്നെങ്കിലേ ഞങ്ങളെ ഇതിലേക്ക് വലിച്ചഴക്കേണ്ടിയിരുന്നില്ല. സാവിത്രി, കുഞ്ഞു നമ്മുടേതാ. അത് വളർന്നു വരുമ്പോ ഏതർത്ഥത്തിലായാലും കുഞ്ഞിന്റെ മേൽ മാതശാപൊന്നും വീഴാൻ പാടില്ല. വൈകമോളെ പ്രസവിച്ച ആളിവിടെ ഉള്ള സ്ഥിതിക്ക് അവൾക്കും ഇവരൊരു സമ്മാനം കൊടുത്തോട്ടെ. നിന്റെ അനുവാദത്തോടു കൂടിയാണോ ഇത്? അതെ. ആ എന്നാ വിളിച്ചു കൊടുക്ക്. മൈഥിലി, ഞാൻ നിന്നെ ഇവിടെ വിളിക്കുന്നു. എന്താ? കുഞ്ഞിന്റെ ചോറൂണാ. അതിനു മുമ്പ് മൈഥിലിക്കൊരു സമ്മാനമുണ്ട്. എനിക്ക് വേണ്ട. ദാ. നീ കുഞ്ഞിന് കുറെ ദിവസം പാല് കൊടുത്തല്ലേ, അത് വാങ്ങിച്ചോ. ഓ, കൂലിയാണോ? ഞാൻ അങ്ങനെ ഒരു വാടക അമ്മയായി മാറി. ആയിക്കോട്ടെ, ശരിപ്പെടുത്തി തരാം. ദാ. നന്ദിനിയുടെ ചിരി ഞാൻ ഇന്ന് അവസാനിപ്പിക്കും. നന്ദിനിക്ക് എപ്പം തിരക്ക് വരുന്നോ അപ്പം അടുക്കള പണി എന്റെ കഴുത്തേ വരൂ. അവർക്കാണെങ്കിൽ ഇത് നിത്യ തൊഴിൽ അഭ്യാസമാ. എനിക്കാണെങ്കിൽ ഇതൊക്കെ ഒരു തൊന്തരവാ. അമ്മയ്ക്കാണെങ്കിൽ കടുപ്പുള്ള ഇഞ്ചി ചായ വേണം, അച്ഛനാണെങ്കിൽ ഏലക്ക ചായ. നന്ദിനിയിടത്ത് കടും ചായ മാത്രമേ കുടിക്കൂ. ജയേട്ടൻ പിന്നെ എന്നും കുടിച്ചോളൂ. ഈ ഒരു അവസരം വരാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. എത്ര കണക്റ്റഡ് ആയിട്ടാ ദൈവം കാര്യങ്ങൾ ഒരുക്കുന്നത്. നന്ദിനി കുടിക്കുന്ന കടൻ ചായയിൽ അത് കിടക്കട്ടെ. ചോറൂണുമായിരിക്കട്ടെ ഒരു പണി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.